ഈശോയിൽ പ്രിയമുള്ളവരെ, കർത്താവിന്റെ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഈ പുലരിയിൽ നിങ്ങളുടെ ഓരോന്നിന്റെയും ഹൃദയത്തിലും ഭവനത്തിലും ദൈവവചനത്തിന്റെ പ്രകാശം എത്തിക്കുന്നതിനുള്ള ഈ സുവർണ അവസരത്തിന് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് സഭ ഒരുമിച്ച് ആഘോഷിക്കുന്ന മഹത്തായ തിരുനാൾ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനനത്തിരുനാളാണ്. ഇതൊരു സാധാരണ ജനനമല്ല, മറിച്ച് മനുഷ്യരാശിയുടെ രക്ഷാസംവിധാനത്തിനു വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത വിശിഷ്ടവളുടെ ലോകപ്രവേശനമാണ്. ഈ തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവം തന്റെ മഹത്തായ പദ്ധതികൾ നിറവേറ്റുന്നത് പലപ്പോഴും ഏറ്റവും സാധാരണമായവരെയും ഏറ്റവും ലഘുവായവരെയും വഴിയാക്കിയാണ് എന്ന സത്യമാണ്. ഇന്നത്തെ തിരുവചന വായനകളിലൂടെ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ മഹത്വവും അവിടുത്തെ പദ്ധതികളിൽ മനുഷ്യരുടെ സഹകരണത്തിന്റെ ആവശ്യകതയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ സംഭവവും ദൈവത്തിന്റെ മഹത്തായ നന്മയ്ക്കായി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ആഴമുള്ള പ്രത്യാശയും ദൈവത്തിലേക്കുള്ള അചഞ്ചലമായ ആശ്രയവും നമ്മുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ. പരിശുദ്ധ മറിയത്തിന്റെ ജനനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവഹിതത്തിന് സമർപ്പിതമായ ഒരു ജീവിതം എത്രമാത്രം അനുഗ്രഹങ്ങൾ നൽകുന്നുവെന്ന് തന്നെയാണ്. ഇന്നത്തെ ഒന്നാം വായന മീഖാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള അതീവ ഹൃദയസ്പർശിയായ ഭാഗമാണ്. ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പുകൾ പലപ്പോഴും മനുഷ്യർക്കു പ്രതീക്ഷിക്കാത്ത വിധം നടക്കുന്നതും എന്നാൽ അതിൽ അസാധാരണമായ കൃത്യതയും ദൈവീകമായ ലക്ഷ്യബോധവുമുണ്ടെന്നുമാണ്. ബേത്ലഹേം എഫ്രാഥ യൂദായിലെ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറുതായിരുന്നിട്ടും പ്രസവിക്കേണ്ടവൾ പ്രസവിക്കുന്നതുവരെ ജനങ്ങൾ വിട്ടേക്കപ്പെടും. എന്നാൽ അവന്റെ സഹോദരന്മാർ വീണ്ടും ഇസ്രായേലിലേക്കു മടങ്ങിവരും. ദൈവത്തിന്റെ ശക്തിയിലും അവിടുത്തെ മഹത്തായ നാമത്തിലും അവൻ ഉറച്ചു നിലകൊണ്ട് തന്റെ ആടുകളെ മേയ്ക്കും. ഭൂമിയുടെ അറ്റം വരെ അവന്റെ മഹത്വമെത്തുകയും അവൻ തന്നെയായിരിക്കും സമാധാനം. സ്നേഹമുള്ളവരെ, ഈ വചനത്തിലൂടെ നമുക്കൊരു ശക്തമായ സന്ദേശമാണ് ലഭിക്കുന്നത്. ലോകത്തിന്റെ കണ്ണിൽ ചെറുതായി തോന്നുന്ന ബേത്ലഹേം ദൈവത്തിന്റെ പദ്ധതിയിൽ മഹത്വത്തിന്റെയും രക്ഷാധികാരത്തിന്റെയും ഉറവിടമായി തെരഞ്ഞെടുത്തതാണ്. ലോകം അവഗണിച്ച സ്ഥലത്തെ ദൈവം തന്റെ മഹത്തായ ദൗത്യത്തിനായി ഉയർത്തിക്കൊണ്ടുവന്നത് ദൈവത്തിന്റെ പദ്ധതികൾ മനുഷ്യർ കാണുന്ന മാനദണ്ഡങ്ങളേക്കാൾ വളരെ ഉയർന്നതും അത്ഭുതകരവുമാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ പറയുന്നത് ഒരു സാധാരണ രാജാവിന്റെ ജനനത്തെക്കുറിച്ചല്ല, മറിച്ച് അവന്റെ ഉത്ഭവം പുരാതനകാലം മുതലുള്ളതാണ്, അനാദികാലം മുതലുള്ളതാണ് എന്ന വചനത്തിലൂടെ മിശിഹായുടെ ദൈവിക സ്വഭാവത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതികൾ മനുഷ്യരുടെ സമയപരിധികളിലോ ലോകത്തിന്റെ അളവുകോലുകളിലോ ഒതുങ്ങുന്നതല്ല, അവിടുത്തെ പ്രവർത്തനം കാലാതീതവും മനുഷ്യബുദ്ധിക്ക് അതീതവുമാണ്. പ്രസവിക്കേണ്ടവൾ പ്രസവിക്കുന്നതുവരെ കർത്താവ് അവരെ ഉപേക്ഷിക്കും എന്ന വചനം രക്ഷകന്റെ അമ്മയായ മറിയത്തെക്കുറിച്ചുള്ള ദൈവിക പ്രവചനമാണ്. ലോകം രക്ഷകനെ കാത്തിരുന്നപ്പോൾ ആ പ്രതീക്ഷയ്ക്ക് നിറവേകാൻ ദൈവം തെരഞ്ഞെടുത്തവളായിരുന്നു മറിയം. അത് ശക്തി പ്രദർശനത്തിന്റെയോ അധികാരത്തിന്റെയോ രാജത്വമല്ല, മറിച്ച് സ്നേഹത്തിന്റെയും കരുണയുടെയും സമാധാനത്തിന്റെയും രാജത്വമാണ്. തന്റെ ജനത്തെ ഒരു നല്ല ഇടയനെപ്പോലെ പരിപാലിക്കുന്ന രാജാവിന്റെ രൂപമാണ് ഇവിടെ വരച്ചുകാട്ടുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു വലിയ ആശ്വാസമാണ് ലഭിക്കുന്നത്. പലപ്പോഴും നമ്മൾ നമ്മളെ ചെറുതായി, അപ്രധാനമായി, കഴിവില്ലാത്തവരായി കരുതുന്നു. എന്നാൽ ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിന്റെ കണ്ണിൽ ആരും ചെറുതല്ലെന്ന് തന്നെയാണ്. അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും തന്റെ മഹത്വം വെളിപ്പെടുത്താൻ അനുയോജ്യമായ പാത്രങ്ങളായി കാണുന്നു. നമ്മുടെ എളിമയിലും കുറവുകളിലും തന്നെയാണ് ദൈവം തന്റെ മഹത്വം പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു ചെറിയ ഉദാഹരണം ചിന്തിക്കാം. ഒരു കുഞ്ഞിന് കളിപ്പാട്ടങ്ങൾ പലതുമുണ്ടെങ്കിലും അവൻ ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും വിശ്വസിക്കുന്ന, തന്റെ ഹൃദയത്തോട് ചേർത്തുപിടിക്കുന്ന ഒരു കളിപ്പാട്ടത്തെ പ്രത്യേകമായി കരുതും.
അതുപോലെ തന്നെയാണ് ദൈവം നമ്മളെയൊക്കെയും കാണുന്നത്. ലോകത്തിന്റെ കണ്ണിൽ നമ്മൾ എത്ര ചെറുതായാലും അവിടുന്ന് തന്റെ വലിയ പദ്ധതികൾക്കായി നമ്മളെ ഓരോരുത്തരെയും പ്രിയപ്പെട്ടവരായി തിരഞ്ഞെടുത്തിരിക്കുന്നു. നമ്മൾ ദൈവത്തിന്റെ കരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ നമ്മുടെ കുറവുകളിലും എളിമയിലും നിന്നുപോലും വലിയ കാര്യങ്ങൾ അവിടുന്ന് നടത്തും. ബേത്ലഹേമും പരിശുദ്ധ മറിയവും പോലെ നമ്മളും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താൻ ഇതേ ചിന്തയുടെ ആഴത്തിലേക്കാണ് ഇന്നത്തെ സുവിശേഷം നമ്മെ നയിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിന്റെ 1-ാം അധ്യായത്തിൽ പറയുന്ന വംശാവലി യേശുവിന്റെ ജനനത്തിന്റെ ചരിത്രവും ദൈവത്തിന്റെ പദ്ധതിയിൽ മനുഷ്യരുടെ സഹകരണത്തിന്റെ പ്രാധാന്യവും മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അബ്രഹാം മുതൽ ദാവീദ് രാജാവ് വരെ താമാർ, റൂത്ത്, റാഹാബ്, ബത്ശേബ പോലുള്ള സാധാരണ സ്ത്രീകളെയും ദൈവം തന്റെ രക്ഷാസംവിധാനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതിയിൽ ചെറുതോ വലിയതോ വിശിഷ്ടമോ സാധാരണയോ ആരും ഉൾവല്ലെന്നതാണ്. അവിടുത്തെ കണ്ണിൽ എല്ലാവരും വിലപ്പെട്ടവരാണ്. അവിടുത്തെ ഉദ്ദേശത്തിനു വേണ്ടിയുള്ള ഉപകരണം. സോളമനിൽ നിന്ന് ആരംഭിച്ച വംശാവലി റെഹബോവാം മുതൽ അബിയ, ആസാഫ്, യഹോഷാഫാത്ത്, യോറാം, ഉസിയ, യോധാം, ആഹാസ്, ഹെസക്കിയ, മനാസെ, ആമോസ്, യോസിയ എന്നിവരുടെ വഴി മുന്നേറി ബാബിലോൺ പ്രവാസകാലത്ത് ജെക്കോനിയാവിലേക്കും അവന്റെ സഹോദരന്മാരിലേക്കുമെത്തുന്നു. പ്രവാസത്തിനു ശേഷം ഷെയാൽത്തിയേൽ, സെരുബാബേൽ, അബിയൂദ്, ഏലിയാക്കീം, ആസോർ, സാദോക്ക്, അക്കീം, ഏലിയൂദ്, എലേയാസാർ, മത്താൻ, യാക്കോബ് എന്നിങ്ങനെ തലമുറകൾ കടന്നുപോയി അവസാനം മറിയത്തിന്റെ ഭർത്താവായ യോസേഫിലേക്കാണ് എത്തുന്നത്. അവളിൽ നിന്നാണ് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചത്. യേശുവിന്റെ ജനനം ദൈവത്തിന്റെ വലിയ പദ്ധതിയുടെ ഭാഗമായിരുന്നു. നീതിമാനായ യോസേഫ് അവളെ അപമാനിക്കാതെ ശാന്തമായി വേർപെടാൻ തീരുമാനിച്ചപ്പോൾ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്ര യോസേഫേ, ഭയപ്പെടാതെ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കൂ. അവളുടെ ഗർഭം പരിശുദ്ധാത്മാവിനാലാണ്. അവളൊരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേര് നൽകണം. കാരണം അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. പ്രവാചകന്മാർ മുമ്പ് പറഞ്ഞിരുന്നതുപോലെ കന്യക ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിക്കും. അവന് ഇമ്മാനുവേൽ എന്നു പേരിടും എന്ന വചനത്തിന്റെ നിറവേറിയ ദൃശ്യമാണിത്. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥം വഹിക്കുന്ന ഈ നാമം മനുഷ്യരാശിയോടുള്ള ദൈവത്തിന്റെ അടുപ്പത്തെയും കരുണയെയും വെളിപ്പെടുത്തുന്ന ശക്തമായ അടയാളമാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പെരുന്നാൾ ദിവസങ്ങളിൽ മാത്രം കേൾക്കുന്നുവെന്ന് തോന്നുന്ന ഈ സുവിശേഷ ഭാഗം വാസ്തവത്തിൽ വളരെ ആഴമുള്ള സന്ദേശം ഉൾക്കൊള്ളുന്നു. ഇത് ഒരു പേരുകളുടെ പട്ടിക മാത്രമല്ല, മറിച്ച് മനുഷ്യചരിത്രത്തിലൂടെ ദൈവം തന്റെ രക്ഷാപദ്ധതിക്ക് ഒരുക്കിയ ദിവ്യരേഖയാണ്. ഈ വംശാവലിയിൽ മഹത്തായ വിശ്വാസികളുടെ പേരുകൾ കാണാം, അബ്രഹാമും ദാവീദും പോലെ. അതോടൊപ്പം തന്നെ പലപ്പോഴും ജീവിതത്തിൽ ബലഹീനതയും പാപവും നിറഞ്ഞു നിന്നവരെയും സമൂഹത്തിൽ അംഗീകരിക്കപ്പെടാതെ പോയവരെയും നാം ഇവിടെ കാണുന്നു. താമാർ, റാഹാബ്, റൂത്ത്, ബത്ശേബ പോലുള്ള സ്ത്രീകൾ മനുഷ്യരുടെ കണ്ണിൽ സാധാരണക്കാരായോ ചോദ്യങ്ങൾ നിറഞ്ഞവരായോ തോന്നിയവരായി. ഇതിലൂടെ നമുക്ക് ലഭിക്കുന്ന പാഠം വ്യക്തമാണ്. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളും കുറവുകളും ഉണ്ടായാലും ദൈവം തന്റെ സ്നേഹത്താൽ നമ്മളെ ഉപേക്ഷിക്കുന്നില്ല. മറിച്ച് അവിടുന്ന് നമ്മുടെ കുറവുകളെ തന്നെ തന്റെ മഹത്വത്തിനുപയോഗിക്കുന്നു. ഈ വംശാവലിയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം അത് മറിയത്തിൽ അവസാനിക്കുന്നതാണ്. യാക്കോബ് മറിയത്തിന്റെ ഭർത്താവായ യൗസേഫിന്റെ പിതാവായി. അവളിൽ നിന്നാണ് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചത്. ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ചരിത്രത്തിന്റെ ഓരോ വഴിത്തിരിവിലും ദൈവത്തിന്റെ സാന്നിധ്യവും
അവിടുത്തെ പദ്ധതികളുടെ ഉറച്ച പ്രവാഹവും പ്രവർത്തിച്ചുകൊണ്ടിരുന്നതായിട്ടാണ്. സഹോദരങ്ങളെ, സാധാരണയായി വംശാവലികൾ പുരുഷന്മാരുടെ പേരുകളിലൂടെയാണ് മുന്നേറുന്നത്. പക്ഷേ യേശുവിന്റെ കാര്യത്തിൽ അവളിൽ നിന്നാണ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ രക്ഷാപദ്ധതിയിൽ പരിശുദ്ധ മറിയത്തിന് ലഭിച്ച മഹത്തായ സ്ഥാനത്തെ സൂചിപ്പിക്കുന്നു. ദൈവപുത്രനെ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ തെരഞ്ഞെടുത്തവളായ മറിയത്തിന്റെ വിശ്വസ്തതയും സമർപ്പിതത്വവും ഇവിടെ തെളിയുന്നു. തുടർന്ന് യേശുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള വചനത്തിലേക്ക് കടക്കുമ്പോൾ മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായെന്ന വാർത്ത യൗസേഫിന് വലിയൊരു പരീക്ഷണമായി മാറുന്നു. തന്റെ പ്രതിശ്രുതവധു ഗർഭിണിയായിരിക്കെ അവളെ അപമാനിക്കാതെ രഹസ്യമായി വേർപെടാൻ തീരുമാനിച്ച യൗസേഫിന്റെ നീതിബോധവും കരുണയും നമ്മെ ഏറെ സ്പർശിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ പദ്ധതികൾ മനുഷ്യരുടെ കണക്കുകൂട്ടലുകളേക്കാൾ ഉയർന്നതാണ്. ഒരു സ്വപ്നത്തിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് യാഥാർത്ഥ്യം വെളിപ്പെടുത്തുമ്പോൾ അവളിൽ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ് എന്ന ദൈവീക സന്ദേശം യൗസേഫിന്റെ ആശങ്കയെ അനുഗ്രഹത്തിലേക്ക് മാറ്റുന്നു. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും എന്നതിനാൽ അവനു യേശു എന്ന് പേര് നൽകണമെന്ന് ദൂതൻ പറയുന്നു. യേശു എന്നത് രക്ഷകനെന്നും ഇമ്മാനുവേൽ എന്നത് ദൈവം നമ്മോടുകൂടെ എന്നുമാണ് അർത്ഥം. ഈ പേരുകൾ യേശുവിന്റെ ദൗത്യവും ദൈവത്തിന്റെ മനുഷ്യരോടുള്ള അറ്റാത്ത സ്നേഹവും ഒരുപോലെ വെളിപ്പെടുത്തുന്നു. സ്നേഹിതരെ, ഈ സുവിശേഷ ഭാഗം നമ്മുടെ വിശ്വസിച്ചവരിൽ നിന്നോ സ്നേഹിച്ചവരിൽ നിന്നോ വരുന്ന വേദനകൾ നമ്മെ തളർത്തുകയും മുന്നോട്ടുള്ള വഴിയെക്കുറിച്ച് ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്യാം. അത്തരം അവസരങ്ങളിൽ ദൈവത്തിൽ വിശ്വാസം വയ്ക്കുന്നവർക്കാണ് വെളിച്ചം ലഭിക്കുന്നത്. ഒരു ചെറിയ കഥ പറയാം. ഒരിക്കൽ സന്തോഷത്തോടെ ജീവിച്ചിരുന്നൊരു കുടുംബത്തിൽ അപ്പന് അപ്രതീക്ഷിതമായി ജോലി നഷ്ടപ്പെട്ടു. ജീവിതം ഇരുണ്ടുപോയി. സാമ്പത്തിക ഭാരം തലക്കുമുകളിലായി. പല ദിവസങ്ങളും രാത്രികളും ആശങ്കയിൽ കഴിഞ്ഞ അദ്ദേഹം പ്രാർത്ഥനയിലൂടെയാണ് ദൈവത്തിന്റെ ശബ്ദം കേട്ടത്. വർഷങ്ങൾക്ക് മുമ്പ് ഉപേക്ഷിച്ച തന്റെ ഹോബിയായിരുന്ന മരപ്പണി വീണ്ടും തുടങ്ങാൻ. ആദ്യം സംശയത്തോടെ തുടങ്ങിയ ആ ശ്രമം പിന്നീട് വലിയൊരു സംരംഭമായി വളർന്നു. പ്രതിസന്ധി തന്നെ അനുഗ്രഹത്തിലേക്കുള്ള വാതിൽ തുറന്നു. ഇതുപോലെ യൗസേഫിന്റെ ജീവിതത്തിലും ദൈവത്തിന്റെ വെളിപ്പെടുത്തലാണ് ആശങ്കയെ അനുഗ്രഹമാക്കി മാറ്റിയത്. നമുക്കും മനസ്സിലാകാത്ത സാഹചര്യങ്ങളിൽ, മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്ന സാഹചര്യങ്ങളിലും ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ അവിടുന്ന് വെളിച്ചവും വഴിയും നൽകും. നമ്മുടെ പ്രയാസങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റുകയും ഒരിക്കലും നമ്മെ തനിച്ചാക്കാതിരിക്കുകയുമാണ് ദൈവം ചെയ്യുന്നത്. അതുകൊണ്ട് ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്ന സത്യം എല്ലായ്പ്പോഴും ഹൃദയത്തിൽ നിലനിർത്തണം. മറിയത്തിന്റെ ജനനതിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതികൾക്ക് എളിമയും പൂർണ്ണമായ വിശ്വാസവും അനിവാര്യമാണെന്നതാണ്. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ സംഭവിക്കട്ടെ എന്ന മറിയത്തിന്റെ സമർപ്പണവും യൗസേഫിന്റെ അനുസരണവും ദൈവത്തിന്റെ രക്ഷാപദ്ധതിയുടെ. സ്നേഹിതരെ, നമ്മൾ ദൈവഹിതം തിരിച്ചറിയുകയും അതിന് വിനീതമായി കീഴടങ്ങുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം ദൈവത്തിന്റെ മഹത്വത്തിനായി മഹത്തായ ഉപകരണമായി മാറും. ചിലപ്പോൾ ദൈവം നമ്മളെ നയിക്കുന്ന വഴികൾ നമ്മുടെ ബുദ്ധിക്ക് അപ്പുറമായിരിക്കും. എന്നാൽ ആ വഴികളിലൂടെ നടക്കുന്ന ഓരോ നിമിഷത്തിലും അവിടുന്ന് നമ്മോടൊപ്പമുണ്ടെന്നും ഓരോ ചുവടും കരുതലോടെ നയിക്കയിക്കുന്നുവെന്നും ഉറച്ചുനിന്ന് വിശ്വസിക്കാം. പ്രവാചകനായ മീഖ പറഞ്ഞതുപോലെ, ലോകത്തിന് ചെറുതും വില കുറഞ്ഞതുമായതായി തോന്നിയ ബെത്ലഹേം തന്നെ ദൈവം തന്റെ മഹത്തായ പദ്ധതിക്കായി തിരഞ്ഞെടുത്തു. അതുപോലെ മത്തായിയുടെ വംശാവലി നമ്മോട് പറയുന്നു, മനുഷ്യന്റെ പിഴവുകളെയും യൗസേഫിന്റെ പ്രതിസന്ധിയിൽ ദൈവം ഇടപെട്ടതുപോലെ നമ്മുടെ ജീവിതത്തിലെ വെല്ലുവിളികളിലും അവിടുന്ന് ഇടപെടുന്നു. മറിയത്തിന്റെ ജനനം ഇതിന്റെ ഉജ്ജ്വല ഉദാഹരണമാണ്. അവൾ വഴിയാണ് ദൈവത്തിന്റെ രക്ഷാപദ്ധതി പൂർണ്ണതയിലെത്തിയത്. പലപ്പോഴും നാം നമ്മുടെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടും.
കുടുംബം, ജോലി, ആരോഗ്യം, മക്കളുടെ ഭാവി. എന്നാൽ ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം ഓരോരുത്തരെയും ഒരു മഹത്തായ പദ്ധതിയുമായി സൃഷ്ടിച്ചിരിക്കുന്നു എന്നതാണ്. അതിന്റെ ഭാഗമാകാൻ നമ്മൾ തയ്യാറാകണം. അതിനാൽ നമ്മുടെ ചെറിയ കാര്യങ്ങളെയും നമ്മുടെ കുറവുകളെയും നമ്മുടെ ബലഹീനതകളെയും ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. അവിടുന്ന് അവയെ സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പ്രതിസന്ധികൾ വന്നാൽ യോസേഫിനെപ്പോലെ ദൈവത്തിൽ ഉറച്ചുനിന്ന് ആശ്രയിക്കാൻ നമുക്ക് സാധിക്കണം. കാരണം അവിടുന്ന് വഴി കാണിക്കുകയും ഹൃദയത്തിൽ സമാധാനം നൽകുകയും ചെയ്യും. മറിയം ചെയ്തതുപോലെ ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴടങ്ങി, നിന്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ എന്നു പറയാൻ നമ്മൾ തയ്യാറാകണം. ഇത് കുടുംബജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ, പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും നേരിടുമ്പോൾ ദൈവഹിതം എന്താണെന്ന് പ്രാർത്ഥനയിലൂടെ തിരിച്ചറിയുകയും അതനുസരിച്ച് ജീവിക്കാനും നമുക്ക് കഴിയണം. ജോലിസ്ഥലത്ത് അന്യായങ്ങൾ നേരിടുമ്പോൾ സത്യത്തിനും നീതിക്കും വേണ്ടി ഉറച്ചു നിൽക്കാൻ ധൈര്യം കാണിക്കണം. ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ടു പോകുമ്പോൾ അവിടുന്ന് നമ്മുടെ ഓരോ ചുവടും അനുഗ്രഹത്തിലേക്കാണ് മാറ്റുക. അതിനാൽ ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മിൽ ഓരോരുത്തരും ഈ ആഴ്ചയിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് പുതുമ കൊണ്ടുവരണമെന്നത് ആത്മാർത്ഥമായി സ്വയം ചോദിക്കണം. ഇപ്പോൾ നമുക്ക് കണ്ണുകൾ അടച്ചു പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, നിന്റെ അനന്തമായ സ്നേഹത്തിനും ഞങ്ങളുടെ ജീവിതത്തിനുള്ള മഹത്തായ പദ്ധതികൾക്കും നന്ദി പറയുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനനതിരുനാളിൽ നിന്റെ തിരഞ്ഞെടുപ്പിന്റെ മഹത്വത്തെയും നിന്റെ വിശ്വസ്തതയെയും ഞങ്ങൾ ധ്യാനിച്ചു. ഞങ്ങളെയും നിന്റെ പദ്ധതികൾക്കായി തിരഞ്ഞെടുത്ത് ഞങ്ങളുടെ കുറവുകളിലൂടെയും കർത്താവേ, യോസേഫിനെപ്പോലെ പ്രതിസന്ധികൾ നേരിടുമ്പോൾ അങ്ങയിൽ ഉറച്ചുനിന്നു വിശ്വസിക്കാനും അങ്ങയുടെ സ്വരം തിരിച്ചറിയുകയും അനുസരിക്കാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. മറിയം ചെയ്തതുപോലെ അങ്ങയുടെ തിരുഹിതത്തിന് സമർപ്പിതരായി കീഴടങ്ങാനുള്ള എളിമയും വിശ്വാസവും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറക്കണമേ. ഇന്നത്തെ വചനം കേട്ട ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബങ്ങളിൽ സമാധാനം നിറയട്ടെ. രോഗികൾക്ക് സുഖം ലഭിക്കട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കഴിയുന്നവർക്ക് ആശ്വാസം ലഭിക്കട്ടെ. തൊഴിലില്ലാത്തവർക്ക് ജോലി ലഭിക്കട്ടെ. മക്കളില്ലാത്തവർ സന്തോഷം നിറഞ്ഞ മാതാപിതാക്കളാകട്ടെ. വഴിതെറ്റിയവർ ശരിയായ വഴിയിൽ